കൈകോർത്ത് നിൽക്കുന്ന ഈ സുന്ദരം സായം സന്ധ്യയിൽ കേറ്ററിംഗ് കലാസമിതി മറ്റൊരു കലാപ്രദർശനവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന 74ാമത് കലോപഹാരം അച്ഛൻ അമ്മായി അച്ഛൻ. അരങ്ങിൽ വയനാടൻ ബിജു, ജാക്സൺ ആലപ്പുഴ, സിബി ചേർത്തല, ജിത്തു കുട്ടനാട്, സുനി പെരിക്കല്ലൂർ, ആന്റോണി തിരുവല്ല. അടുത്ത ബെല്ലോടുകൂടി ഈ കലാരൂപം ഇവിടെ ആരംഭിക്കുകയായി. ഇതൊന്നും ആയില്ലേ? ഒരു സഞ്ചാരം നടക്കേണ്ട വീടാണ്. ഇവരൊക്കെ വലിയ ഉത്തരവാദിത്തം. ഇനി ജാനകി ആരുമില്ല. കുട്ട ജാനകി, എന്റെ പൊന്നു ജാനകി, ഒരു സഞ്ചാരം നടക്കേണ്ട വീടാണ്. 2 കസേര എടുത്തിട്ടൂടെ, 2 ഡെസ്ക് എടുത്തിട്ടൂടെ. എത്ര പേര് വന്ന് കാരണം ഒന്ന് ചാടിച്ചാൽ ഇന്നൂടെ ജാനകി. നിനക്ക് കുറെ നേരമായല്ലോ വള 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 ഒന്ന് സംസാരിക്കുന്നത്. അല്ലെ മരണത്തിനൊന്നും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. മരണത്തിന് ഞാൻ വന്നില്ല, അത് വലിയ ഇഷ്യൂ ആക്കി. ഇഷ്യൂ ആക്കും. ഇപ്പൊ എന്തിനാ വന്നേ? ഇഡലി സാമ്പാർ പെട്ടി വിഴുങ്ങാൻ. അഹങ്കാരി അമ്മാവനെങ്ങനെയാ മരിച്ച ആദ്യം അത് പറ. ഓ അതുപോലെ പറഞ്ഞില്ല. പായൽ ഇടി വെട്ടിയിട്ട് കേട്ടോളൂ. 65ാമത്തെ വയസ്സിൽ ആരെങ്കിലും പല്ലിന്റെ വണ്ടി കൂടെ കമ്പി ഇടുവോ? ഇല്ല. കമ്പി ഇട്ടൊക്കെ ആണെങ്കിൽ വന്ന് പെരക്കാത്ത കിടക്കാം. പെരക്കാത്തപ്പം കിടന്നോ? ഇല്ല. ഇടി മഴയുള്ള രാത്രിയിൽ വെളിയിലിറങ്ങുന്ന ഒരു പാട്ട്. ഏത് പാട്ടെന്നറിയാമോ? മിന്നലേ മിന്നലേ താഴെ വരൂ. എടാ മിന്നലേ മിന്നലേ താഴെ വരൂ. മിന്നല് മാത്രമല്ല വന്ന് മിന്നലും കൂടി ഇടിക്കണോ തോന്നുന്നു. അച്ഛനെ അമ്മാന്റെ വയലെ കടിച്ചു ആ സ്പോട്ടിൽ തന്നെ തീർന്നില്ലേ? ആ നാളെക്കല്ല ഞാൻ വന്ന് കയറത്താണോ കുഴപ്പമായി പോയി. പക്ഷെ അന്ന് വരണമായിരുന്നു. വായിക്കടി എടുപ്പ് ഭയങ്കര കോമഡിയായിരുന്നു. വായിക്കടി ഇങ്ങനെ കോമഡിയാണ്. അതെ, ഞങ്ങൾ നാഴിയിലാണ് എടുത്തിട്ടോണ്ടിരുന്നത്. അതെന്തോ നാഴിയില് വായിലല്ലേ ഇടി മിന്നലേറ്റത്. ആ ഗുഹ പോലെ ഒന്ന് തുറന്നുപോയി. സംഭവം ഞാൻ അറിഞ്ഞു. കുട്ടികളൊക്കെ വന്ന് ഇത് ദൈവമാക്കി മാറ്റിയാണ്. അല്ല, കർമ്മി എങ്ങാനും വന്നു. വരാൻ സമയമായോ? കർമ്മിയല്ലേ അവിടെ കിടന്ന് ചുറ്റി തിരിയുന്ന കർമ്മി. അച്ഛനെന്താ താമസിച്ചത്? അച്ഛൻ എന്താ ലേറ്റ് ആയത്? അച്ചായനോ ഞാനോ? ഈ നാട് മുഴുവൻ കൂടോത്രമായിട്ട് നടക്കണ എന്നെ നീ അച്ചായാന്നോ? സോറി, കർമ്മി എന്താ താമസിച്ചത്? എനിക്കൊരു ഒഴിപ്പിക്കലുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടേക്ക് വന്നത്. ഒഴിഞ്ഞോ? ഞാനിങ്ങ് ഒഴിഞ്ഞിങ്ങ് പോകുന്നു. ആ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോളൂ. എല്ലാ സാധനവും നോക്കിയോ? നോക്കട്ടെ. നമ്മളൊരു കാര്യം പറഞ്ഞത് ഏറ്റവും അവലുണ്ട്, മണലുണ്ട്, എള്ളുണ്ട്. വെള്ളമുണ്ടായില്ല. ഇതെന്തിനീ ഹാൻസ് മേടിച്ചു വെച്ചേക്കണേ? നിങ്ങൾ ലിസ്റ്റിനകത്ത് 3ാമത് തുളസി തിന്നിട്ടില്ലേ? തുളസി പാക്ക പാൻപര അങ്ങനെയുള്ള ഒരേ ഐറ്റം എവിടെ കിട്ടുമത്? ഇല്ല, ഈ പഞ്ചായത്തിൽ ഞങ്ങൾ പിന്നെ അപ്പുറത്തെ പഞ്ചായത്തിൽ പോയി ഇരട്ടി വില കൊടുത്തിട്ടാണ് ഈ ഹാൻസ് മേടിച്ചിട്ട് വന്നത്. കുട്ടികളടിയിലോട്ട് അതിന് മടിയൊക്കെ തുടങ്ങിയത്. എന്നാ ഒരു പാക്കറ്റ് ഗോൾഡോട് മേടിക്കാൻ പറ്റില്ല. ഞാൻ വാങ്ങിച്ചോട്ട് എടാ, തുളസിപ്പാക്കല്ല, തുളസിക്കതിരെ, തുളസി ഇല. അയ്യോ, അത് വിറ്റിട്ടുണ്ട് പിച്ച. പവിത്രം കിട്ടിയോ? പവിത്രം കിട്ടിയോ? 2 പിള്ളേരുണ്ട്. അയ്യോ, മൂന്നാമത്തെ വയറ്റില്ല. അയ്യോ, 3 ഉണ്ട്. 3ാമത്തെ അതല്ല, പവിത്രം വളച്ചു കെട്ടിയോന്ന്. കൂടെ പഠിക്കുന്ന പെക്കൊച്ചിനെ വളർത്തിയാട്ടി ഇഷ്ടം പോലെ ഇടി മേടിച്ചു പോകും. ഗർഭമുണ്ടോ? 3 മാസം. ആർക്ക്? എന്റെ പെണ്ണുപിള്ള. നിന്റെ പെണ്ണുപിള്ളിക്ക് ഗർഭമുള്ളതല്ല, ഗർഭക്കുരു ഉണ്ടോടാ? ഇത് ഗവർണത്തുണ്ട്. നിലവിളക്ക് 1 2 3. എന്തിനാന്ന് പോയത്? എന്തിനാ നിങ്ങൾ നിലവിളിക്കാൻ പറഞ്ഞു? അയ്യോ, നിലവിളക്കിന്റെ കാര്യം പറഞ്ഞ. അയ്യോ, ഇപ്പൊ എടുത്തോണ്ട് വരാം. കർമ്മം ചെയ്യാനുള്ള ആരാന്ന് വെച്ചാ വരിക. മുരളിയാണ് കർമ്മം ചെയ്യുന്നത്. മുരളിയായാലും വേണ്ട, ഉരുളിയായാലും വേണ്ട. ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ മൂത്ത മരുമകൻ ചന്ദ്രൻ 24 മണിക്കൂർ നേരം വെള്ളമാണ്. പ്രശ്നമാണോ? ചെറിയൊരു പ്രശ്നം പറയാം. മരണത്തിന് ഒന്ന് ബഹളം ഉണ്ടാക്കിയിട്ടാ പോയിരിക്കുന്നത്. ചില ആളുകൾ അങ്ങനെയാണല്ലോ, വെള്ളം സ്വീകരണത്തിന്റെ കുറച്ച് പൈസ കൊടുക്കണം. ചില ആളുകൾ കള്ളു പിടിച്ച വെള്ളം അത് സംസാരിക്കും. ചിലരപ്പം തന്നെ ഓടുന്ന ഉറങ്ങും. ചിലര് കിടുകിടാന്ന് പറഞ്ഞോണ്ട് എന്തെങ്കിലും പറഞ്ഞോണ്ട് ചില ഇതാണ്
ഭയങ്കര രസം കേട്ടോ. നമ്മള് ചിരട്ടത്തേപ്പൊട്ടില്ലേ, ആ ചിരട്ടത്തേപ്പൊട്ടിട്ട് നേച്ചപ്പോൾ നമുക്ക് ഈ മടക്കി കിട്ടത്തില്ല. ഇത് ഞങ്ങളുടെ തറവാടിന്റെ ഒരു മഹിമയാണ്. തറവാടിത്തമാണ് ഇത്. തറവാടി അങ്ങേറ്റത്തെ തറവാടി. തറവാടുണ്ട്. അവസാനമെല്ലാം കൈവെടിഞ്ഞയ്യോ, ആറടി മണ്ണിൽ തിരിഞ്ഞടങ്ങുന്നു. അവസാനമെല്ലാം കൈവെടിഞ്ഞയ്യോ, ആറടി മണ്ണിൽ തിരിഞ്ഞടങ്ങുന്നു. വീണ്ടും അവസാനമെല്ലാം കൈവെടിഞ്ഞയ്യോ, ആറടി മണ്ണിൽ തിരിഞ്ഞടങ്ങുന്നു. എന്താ ഇത്? ഇവിടെന്തോടെ പട്ടിണി ഇയാളില്ലേ ഭജന പാടിയത്? ഇതാണ് ഇത് കർമ്മി. ഇവന്റെ കർമ്മദോഷം ഇന്ന് ആരംഭിക്കാൻ പോവാണ്. അപ്പൊ ചരിത്രം എന്ന് പറയാനാണ് ഇയാൾ ഇവിടെ കർമ്മം ഉണ്ടാക്കാൻ ചരിത്രം കേട്ടോ. പിന്നെ ചരിത്രമില്ലേ എന്നാ കേട്ടുകളെ. എടാ, ഈ മരിച്ച് വെണ്ണീറായി കിടക്കുന്ന ആരാണെന്ന വിചാരം? ആരാ? എന്റെ അമ്മായിപ്പനാണ്. എന്റെ സ്ത്രീധനത്തിന്റെ ബാലൻസ് 25,000 രൂപ തരാനാണ് ഇവൻ ഈ പോക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്റെ 25,000 രൂപ എന്റെ പലിശയും കിട്ടാതെ ഇവന്റെ ആത്മാവിന് ചന്ദ്രൻ ശാന്തി കൊടുപ്പിക്കത്തില്ല. അതും മാത്രമല്ല, ഇവൻ മരിച്ചെന്ന് ഇവിടെ കൂടിയ സകല ബന്ധുക്കളും പറഞ്ഞു ഇവനെ കുഴിച്ചിടണം. മെമ്പർ വരെ പറഞ്ഞു കുഴിച്ചല്ലോ. പറഞ്ഞായിരുന്നു. ചന്ദ്രനാണ് പറഞ്ഞത് കുഴിച്ചിടരുത്. എന്താ കുഴിച്ചിട്ട? കുഴിച്ചിട്ടാൽ ഇവൻ കിളിച്ചു വരും. അതാണ് വിത്ത്. എനിക്കറിയോ, എന്റെ പൈസ തരാത്ത സ്ഥിതിക്ക് ഇവന്റെ അസ്ഥി എടുത്ത് ചന്ദ്രനൊന്ന് ചപ്പിളിക്കും. എന്റെ പൈസ 25,000 പലിശ ഇത് കഴിഞ്ഞ ഉടനെ തരുമല്ലോ. അതാ പിന്നെ കാര്യങ്ങൾ നോക്കട്ടെ. അന്ന് കർമ്മം ചെയ്യാനുള്ള ആരാന്ന് വെച്ചാൽ കർമ്മം വരിക. മുരളി എന്റെ പൈസ തരാതെ ഏതെങ്കിലും ഇവിടെ കർമ്മം അളിയന്റെ പോയി അപ്പുറത്ത് വെച്ചേക്കും. അളിയൻ അങ്ങോട്ടൊന്നും തിരിഞ്ഞ് അങ്ങോട്ടൊന്നും അളിയൻ പൂക്കളുള്ളതായിട്ടേക്കുന്നത് നന്ദിയപ്പോ തേങ്ങ. എന്റെ അച്ഛന്റെ കർമ്മം നടക്കുക. നിന്റെ അച്ഛന്റെ കർമ്മം ഞാൻ നടത്താനാണ്. അച്ഛന്റെ കർമ്മം ഞാനിവിടെ കൽപ്പിക്കുന്നതാണ്. അയ്യോ സോറി, കർമ്മം തുടങ്ങാം. അച്ഛനെ അങ്ങ് മനസ്സിൽ ധ്യാനിക്കുക. അയ്യോ അച്ഛനെ എനിക്ക് അറിയില്ല. അല്ല, നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഷാപ്പിൽ പോയിട്ടുണ്ട്, വെള്ളം അടിച്ചിട്ടുണ്ട്. പക്ഷേ കർമ്മിയുടെ അച്ഛനെ എനിക്കറിയില്ല. എന്റെ അച്ഛനാണോ വെണ്ണീറായി കിടക്കണ? നിന്റെ അച്ഛനല്ലേ? നിന്റെ അച്ഛനെ നിനക്ക് അറിയാവോളാ ഭ്രാന്ത? അറിയാമോ അച്ഛന്റെ നാളെന്തുവാ? കാർത്തിക. കാർത്തിക. കാർത്തിക എന്നാൽ കീർത്തി കേൾക്കുമെന്നാണ്. അതെ ഒരുപാട് കീർത്തി കേട്ടവരാ താണ്ട കിടക്കുന്നത്. അറിയാം. ഇവനിങ്ങനെ ഇടിമിന്നൽ എത്തില്ലാതെ ഇവനെ തൊഴിച്ചു കൊല്ലാനിരുന്ന ഞാൻ. ചോറെടുക്കുക. ചോറ് നന്നായിട്ട് ഉരുട്ടുക. നന്നായിട്ട് ഉരുട്ട. തിന്നരുത്. അവിടെ വെക്കാം. കൈ കഴുകുക. ചോറെടുക്കുക. ഇനി നന്നായിട്ട് വിട്ടു. നന്നായിട്ട് വിട്ടു. കൈ കഴുകുക. ചോറെടുക്കുക. ഇവരും കൂടെ പട്ടിക്കാട്ടോളം എടുത്ത് അല്ല, ചോറ് തന്നെ എടുത്ത് ചോറെടുത്തത് അതിന് എപ്പോഴും കഴിയുന്നതിന്റെ കാര്യം നീ ആദ്യമായിട്ട് ചോറ പീത്തപ്പെട്ടവളോ മര്യാദ കർമ്മം ചെയ്യോ? എന്നാ മര്യാദ ചോറെടുക്കുക. ചോറ് ചോറ് നന്നായിട്ട് വിട്ടുക. ഞാൻ കഴിയാം. അയ്യോ കർമ്മി കഴിഞ്ഞ് എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. നിന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. എനിക്കൊരു സമാധാനം കിട്ടൂല. നിങ്ങൾക്ക് കാശ് കൊടുത്ത് മേടിച്ചാണോ? റെഡ്കട പോയി ചൂന്ന് മേടിച്ചാൽ നേരെ ചോറെല്ലാം എടുത്തു. അകത്ത് മീൻചാറ് വല്ലായിരുന്നു.
ഇത്രയും വലിയ ഉരുള വെറുതെ കാക്കിക്ക് കൊടുക്കണം, ഇവന് തിന്നുകൂടെ? നിനക്ക് തിന്നാൻ സൂക്ഷിച്ച് വെച്ചാൽ എന്നാണ് ഞാൻ പറഞ്ഞത്. നീ ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കരുത്. എന്താ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ആണെങ്കിലും ഞാനാണെങ്കിലും ഇരിക്കുന്ന കർമ്മയാണെങ്കിലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് നക്ഷത്രമായിട്ട് മുകളിൽ ആകാശത്ത് പോകും. അതെന്തോ താഴെ സ്ഥലമില്ലേ? താഴെ സ്ഥലമില്ലാത്തതുകൊണ്ടല്ല, ആരായാലും മരിച്ചു കഴിഞ്ഞാൽ അവർ ആത്മാവ് നക്ഷത്രമായിട്ട് മുകളിൽ ആകാശത്ത് പോകും. അതായത് അമ്മായിച്ചന്റെ മരിച്ചുപോയ അമ്മായിച്ചന്റെ ആത്മാവ് ഇപ്പൊ നക്ഷത്രമായിട്ട് മുകളിൽ ആകാശത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നീ ഇന്ന് കള്ളു കൊടുത്തിട്ട് ഇവിടെ കിടന്ന് കാണിക്കുന്ന സകല കരികടകൾ. അതെ, അത് ശരി. അവനിപ്പം നക്ഷത്രമായിട്ട് മുകളിൽ ആകാശത്ത് അദ്ദേഹം വീടുണ്ട്. അങ്ങനെയാണെങ്കിൽ കർമ്മി എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്തതാണ്. അതോളൂ, ഇവനിപ്പോ ഏത് ഭാഗത്തുണ്ടെന്ന് എനിക്കൊരു സൂചന തരണം. എന്നതാണ് എന്നെ കൊല്ലപ്പെടുന്നതാണ് കാണിച്ചത്. ഏതാണ്ട് ആ ഭാഗത്ത് വരും. ഏത് ഭാഗത്ത്? ആ ഭാഗത്ത് വരും. ഉറപ്പാണോ? ഒരു ചെറിയ കരിങ്കല്ല് ഒറ്റയേർന്നവനെ ഞാൻ താഴെ വരുത്താം. എന്റെ പൈസ വേണ്ടിട്ട് മേളിക്കാൻ നീ സ്റ്റാറായിട്ടിരിക്കുകയല്ലേടാ? എത്ര വലിയ സ്റ്റാറായാലും അടുത്ത ക്രിസ്മസിന് നിന്നെ ഞാൻ വീട്ടിൽ തൂക്കും. ഭാവി എന്റെ 25,000 രൂപ. നക്ഷത്രത്തെ കൊഞ്ഞാനെ കൊണ്ട് കാണിക്കരുത്, നക്ഷത്രം ചമ്മിപ്പോ. നക്ഷത്രത്തെ കൊഞ്ഞാനെ കൊണ്ട് കാണിക്കരുത്, നക്ഷത്രം ചമ്മിപ്പോ പ്ലീസ്. എന്തോ കാണിച്ചാലും എന്തോ നാണമില്ലാത്തവനാ. എന്തുവാണ് നിനക്ക്? കാലുമുട്ട് വേദനിക്കും. ഒരു പണിയും ചെയ്യത്തില്ല, അതാണ് ഇങ്ങനൊക്കെ. ഇനി നമുക്ക് അസ്ഥി എടുക്കാം. ആസ്തി ആസ്തിയല്ല, എല്ലാം അസ്ഥി എടുക്കാൻ. അസ്ഥി എടുക്കാം. ആദ്യം ആ പാദത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എടുക്കാം. എടുക്കാം. എടുത്തതിലേക്ക് ഇടുക. നെഞ്ചിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എടുക്കാം. എടുത്തതിലേക്ക് ഇടുക. എന്റെ ദൈവമായ ദേവാത്ത പറയുന്ന ഘട്ടങ്ങൾ പെറുക്കിയെടുക്കുന്നത്. പെറുക്കിയിടേ. പക്ഷേ കാര്യം കിട്ടും. എല്ലാം വാരി വെച്ചോ? കാര്യം വെച്ചു. കർമ്മമൊക്കെ ഏതാണ്ട് പരിപൂർണമായിരിക്കുകയാണ്. ഇനി തെക്കോട്ട് നിന്ന് കൈയടിച്ച് കാക്കൽ അടിച്ചു വെക്കുക. കാക്കയുടെ കൂട്ടുകാരനാണോ? എന്റെ പൈസ നീ ഏത് കാക്കയോടെ വിളിച്ചു വരുത്തുന്നു? നീ ഏത് കാക്കയോടെ വിളിച്ചു വരുത്തുന്നു? അത് എന്റെ പൈസ കാക്കയോടെ. അതാണ് മാന്യം. ഞാനിവിടെ നിന്ന് ശരിയായില്ല കേട്ടോ. കർമ്മ ശരിയായിട്ടില്ല. ഉള്ള കാര്യം പറയാലോ, കർമ്മ ശരിയായിട്ടില്ല. എന്റെ കർമ്മം ചെയ്യാം. കർമ്മ ശരിയാണ്. ഇവിടെ കാക്ക വന്നില്ലല്ലോ. കാക്ക വന്നെങ്കിലേ ഇങ്ങനെ ഒറ്റപ്പാട് പാടുന്നില്ലായിരിക്കും. അങ്ങനെ കാക്ക വരുവുള്ളൂ. ആ ഇത് വീടുകളിൽ കിടന്നു ഡാൻസ് ചെയ്താൽ കാക്കയും കൊണ്ട് വരുമോ? അതാണ്. അത് മാത്രമല്ല, എനിക്കൊരു മനുഷ്യനോട്ടമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഇവിടുത്തെ കർമ്മം നിങ്ങൾ ഉഴപ്പി. അതെ ഞാൻ തരാം കേട്ടോ. ചന്ദ്രോ, പറ്റിക്കാനായിട്ട് ഇത് മോശമായിട്ടോ. വീട്ടിൽ വരുന്ന ആളുകൾ ഇങ്ങനെ കളിയാക്കി വിടരുത്. ഒരു സഞ്ചാര ദിവസമായി പല ആളുകൾ നമ്മളെ വിട്ടു വരും. നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരും ഒക്കെ അവരെല്ലാം ഇങ്ങനെ പരിഹസിച്ച് വിടരുത്. ഇതേതാണ് ഈ പഞ്ഞിക്കെട്ട? താമ്പോരന്മാരാണോ? ഇതങ്ങനെ കുറെ ആൾക്കാരെ നീലത്താർപ്പിനെ കസേര കാണുമ്പോ കുറ്റിയും പറിച്ചു പോകുന്നുള്ളൂ. ഇറ്റലി സാമ്പാറിന്റെ ഇതിനൊക്കെ നാണമുണ്ടോ? ഇത് കടം മേടിച്ചു വേണ്ടേ? അമ്മാവനെയല്ല, വേറെ ചില ടീമുകളുണ്ട്, അവരെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ ഈ വന്ന കാലത്ത് നമ്മളൊരു വീട്ടിൽ ചെന്നാൽ സാമാന്യ മര്യാദയ്ക്ക് ഒരു തിരിയിൽ എടുത്തിട്ടില്ല. അവിടെ നിർത്തും. ഇത് 5ആയി 6ആയി 7ആയി 10ആയി ഒരു തൊട്ടി സാമ്പാർ തീർന്നു. അമ്മാവനെയല്ല, അങ്ങനെ ശരിക്കും കഴിച്ചോളൂ. അടുത്ത ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരാനുള്ളതാ. ഞാൻ വന്ന് വെള്ളിമൂങ്ങ എന്തിനു തീരുമാനം എന്താ പ്രശ്നം? അവന്റെ പ്രശ്നം എന്താ ചോദിച്ചു? എന്താ അവന്റെ പ്രശ്നം എന്ന് ചോദിച്ചു? എന്താ തീരുമാനം? അളിയ അളിയന്റെ പ്രശ്നം, നിന്റെ പെങ്ങളെ കെട്ടിയെടുത്തോ? അതിൽ 25,000 രൂപ അതിന്റെ പലിശയും കിട്ടാനുണ്ട്. അത് തരാൻ ചന്ദ്രൻ ഈ കസേര എഴുന്നേക്കത്തില്ല. കസേര എഴുതാക്കില്ല അല്ലേ? അതിന്റെ ആവശ്യമില്ലല്ലോ. അതെ, ഞാൻ നാളായിട്ട് ഞാൻ എങ്ങനെയെങ്കിലും 25,000 രൂപ ഒപ്പിക്കാം. പക്ഷെ 5,000 രൂപ പലിശ അത് കൊടുക്കണം. ഇവിടെ ചെന്ന് കള്ളക്കടം പഠിച്ചാൽ 5,000 രൂപ ഞാൻ പറ്റും. ബാക്കി 25,000 രൂപ 5,000 രൂപ ഞാൻ കൊടുക്കും. ആലോചിക്കാനുണ്ടോ? അത് തന്നാലേ ഇവിടെ കാര്യങ്ങൾ ഞാൻ കൊടുക്കാം. മംഗളാരമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അതല്ലാതെ നീ എന്റെ അച്ഛന്റെ അല്ല, ഞാൻ ക്ഷമിക്കാൻ എല്ലാവരും കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് നേരത്തെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
അളിയന്മാരും കള്ളു കുടിക്കും ഇതുപോലെ ദേഹത്ത് അറിയാൻ ഉപദ്രവിക്കുന്നില്ല. ഒന്ന് പെങ്ങൾക്ക് ഗുണം കൊടുത്താണോ ഇത്? വെള്ളം അടിച്ചത് മോശത്തിനെ കാണിക്കണം കേട്ടോ. നമ്മുടെ മനോഹരം കൂടെ അളിയാണ്. നമ്മുടെ അളിയൻ നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ വീട് ഞാനതാ ആലോചിക്കുന്നു. മോശമായി പോയി. അളിയൻ വന്ന് വീട്ടിലോട്ട് കാലം വന്നതിന് ശേഷം നമ്മുടെ വീട് കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ അളിയനാണ് കയറി പിന്നെ എവിടെ അടിച്ചത്? എവിടെ അടിക്കാത്ത ഞാൻ നോക്കട്ടെ. അല്ല വന്നെല്ലാം അടിച്ചോ. സത്യനാഥ് നമ്മുടെ ഒരേ ഒരു കൂടെ അളിയനാണ്. ഒരുത്തനും ഇവന്റെ ദേഹത്തൊന്നും ചെയ്യും. നമ്മുടെ അളിയനാണ്. നമ്മുടെ വീട്ടിലോട്ട് ആദ്യമായിട്ട് വന്ന മനുഷ്യനാണ് അദ്ദേഹം. വന്നതിന് ശേഷം നമ്മുടെ വീടിന് ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട്. മോശമല്ലേ മോനെ നീ കാണിക്കുന്നു? എടാ കുട്ട തെറ്റല്ലേ നീ കാണിക്കുന്നു? നമ്മുടെ പെങ്ങൾക്ക് പുട കൊടുത്ത ആളല്ലേ? ഇയാളെ കൂടുതൽ ഉണ്ടാക്കണ്ട. നമ്മുടെ ഒരേ ഒരു കൂടെ അളിയനല്ലേ? നീ വണ്ടി എങ്ങോട്ടാ വളർത്തുന്നതെന്ന് എനിക്കറിയാം. മുരളി നിന്റെ നീക്കമൊക്കെ നീ പിടി കിട്ടുന്നുണ്ട്. മോശമായി പോയി. വേണ്ട. നമ്മുടെ ഒരേ നമ്മുടെ ഒരേ ഒരു അളിയനാണ്. ഒരുത്തനും ഇവന്റെ ദേഹത്തൊന്നും ചെയ്യുന്നു. ഇതിന്റെ പട്ടി കാശ്മീരിൽ പോക്കുമ്പോഴാവോ എന്താ ഇതിനൊക്കെ പറ്റിയത്? എന്റെ ശ്രീധരൻ പോയേ. മഹാപാപികൾ ഓർക്കുമ്പം വന്നിരിക്കുന്നു. എടാ മുരളി, ആ കാക്കയോട് വരികയാണെങ്കിൽ വീട്ടിലോട്ടൊന്ന് പറഞ്ഞു വിടണം. എന്റെ വലിച്ചോറ് തിന്നാ